ഇട്ടോന്ന് പറ. ഒരു EMS-നെ വിളിക്കടാ. വിളിച്ചോണ്ണ ഇവന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോൺ മേടിക്കണം കോച്ച്. ഇനി ഇവനെ തല്ലുന്നത് ഇവനെ അടിക്കുന്നത് ഒന്നും ഇവൻ അവിടെ പറയിക്കാൻ പാടില്ല. ഓക്കെ. ആൻഡ് ഇവനെ ഇടയ്ക്ക് കോള് വിളിച്ചിട്ട് ഇവനെ കൊന്നു കളയെന്ന് പറയണം. കള്ളത്തരം പറഞ്ഞ അവന്മാരെപ്പോഴെങ്കിലും ഇനി വിളിച്ചിട്ട് ഇവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ട് മാത്രമേ കോള് സ്പീക്കറിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഇവനോട് പറയണം ഇവനെ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയണമെന്ന് ഫോണിൽ കൂടെ. മനസ്സിലായ? ഇവനെ ഉപദ്രവിക്കുന്ന ഇന്ന് അവന് നമ്മൾ സ്വാതന്ത്ര്യത്തിൽ പറയാൻ ഒരു അവസരം കൊടുത്തു. അതാണ് നമ്മൾ കാണിച്ച മണ്ടത്തരം. ஆனா இன்னொன்னு ஓகே அலீனாக்கு நீகனை பத்தி ஒப்பிச்சல்ல அவன். அது அலீனாவும் நீகனும் உண்டாயிருந்துன்னு அவன் என்கிட்ட സംസാരിച്ച്. ஓகே நான் பின்ன புள்ளிக்கிட்ட സംസാരിച്ച് இல்ல நம்ம 6 பேர் தான் உண்டாயிருது. ஒசாமாவோட 2 பேரு, நானு, சந்திரன், அப்புறம் பீட்டர் கடைசியில தான் வந்தது அப்படின்னு அவன்கிட்ட ஒப்பிச்சு. பின்ன அப்புறமா எனக்கு ஒரு டவுட் ஆனு, ஒருவேளை அவங்க இன்னொரு டீல் பண்ணிட்டு இருக்காங்க. ஓகே, அதனாலதான் അലീനാവും നീഗനും അവൻ പേര് ലൈക്ക് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഈ மிஸ்டர் எக்ஸ் கிட்ட மட்டும் சம்சாரிச்சா நம்மளுக்கு நிறைய ப்ராப்ளம் சால்வ் ஆக்கலாம். ஏன்னா நம்ம கேங்ல இருந்து கன்னு போயிருக்கிற டீடைல்ஸ், ஒருவேளை ஆ கன்னு நம்மள்தான் இருந்தா மனசிலையா, அப்ப கேங்ல இருந்து கன்னு போயிருக்கு அல்ல, அப்ப கேங்ல இருந்து கன்னு போயிருக்குன்னா இது எல்லாமே கனெக்ஷன் வரும். அப்போ ஸ்டீவும் ஒரு நாள் வந்துட்டு சம்சாரிச்சு என்கிட்ட ஸ்டீவ் ஏதோ கண்டு சந்திரன் வந்து ஏதோ ஒரு லாரி எடுத்துட்டு வந்தான்ட்டு. அது എന്താന്ന് അറിയില്ല. ഒരു നിമിഷം സ്റ്റീവേ ഇവിടെ വായേ, ഒരു നിമിഷം. ലോറി എടുത്തിട്ട് വന്നോ? സ്റ്റീവേ സ്റ്റീവ് ഇങ്ങ വാ. നീ അன்னைக்கு எனக்கு ஏதோ லாரி எடுத்துட்டு வந்தா, അതെന്താ? അണ്ണാ മറ്റേ അന്ന് ഓർമ്മയുണ്ടോ ചന്ദ്രന്റെ അണ്ണൻ മറ്റേ സസ്പെൻഷൻ കൊടുത്തു വിട്ടത് കോലിയിട്ടിന്ന്? ആ ദിവസം ഗ്യാങ് ഹൗസിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ ദിവസം ഞാൻ ഗ്യാങ് ഹൗസില് ചന്ദ്രൻ നീകനും അണ്ണനെ കണ്ടു കാണണോ? ചന്ദ്രൻ നീകനും മറ്റേ ബാബുശേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു ഓർമ്മയുണ്ടോ? മറ്റേ ഡ്രസ് ഷോപ്പിന്റെ അവിടെ വെച്ചിട്ട്. അപ്പൊ വണ്ടിയാണ് ശ്രദ്ധിച്ചായിരുന്നു, ഒരു ലോറി. ആ ലോറി നമ്മുടെ ഗ്യാങ് ഹൗസിൽ വന്ന് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ലൈക്ക് കുറെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലോറി. ഇതിലെ ഫസ്റ്റ് ഇവന്റ് ഫോൺ നടക്കുന്ന ഒരു വണ്ടിയല്ലേ അത്? അല്ല അന്ന് ആ വണ്ടിയല്ല. ഇതൊരു വലിയ ലോറി சொன்னா. അണ്ണൻ ഓർമ്മയുണ്ടോ അന്ന് ഡ്രസ് ഷോപ്പിൽ വെച്ച് ബാബുശിനെ തട്ടിക്കൊണ്ടോ ശ്രമിച്ചത്? അന്ന് അവർ വേറെ ലുക്കിലായിരുന്നു. പക്ഷേ നീകനെ മനസ്സിലായി, കാരണം നീക മാസ്ക് ഇട്ടിട്ടില്ലായിരുന്നു, അവന്റെ പച്ച മുടിയുമായിരുന്നു, ഒന്നും മാറ്റിയിട്ടില്ലായിരുന്നു. നീകനെ തൂക്കിയപ്പോ മനസ്സിലായി ചന്ദന കൂടെ ഉണ്ടായിരുന്നെന്ന്. ഗ്യാങ്സ് ആ സെയിം പച്ച മുടിയിലാളും വേറെ ആൾ ഓടിച്ചു പോകുന്ന കണ്ടായിരുന്നു ആ വണ്ടിയും കൊണ്ട്. സീനില്ല. കൈ പൊക്കടാടി. നിന്റെ കയ്യിലുള്ള ഫോൺ തന്നടാ. இல்ல அவன்ட்ட ஒரு ஃபோன் இருக்குடா, இருடா. വെയിറ്റ് ഫോൺ ഡ്രോപ്പ് ചെയ്ത് ஃபோன் எல்லாத்தையும் டிராப் செய்யும், இன்வென்டரியில இருக்குது எல்லாத்தையும் டிராப் செய்யும், ஃபுட் கிட் எல்லாத்தையும் டிராப் செய்யும். ഫുഡ് ഞാൻ കൊടുക്കാം, നമ്മ തിരിച്ചു കൊടുക്കാം. എത്ര ഫുഡ്? 2 ഫോണാ? அவன் கிட்ட 3 போன் இருந்திருக்கு கைஸ். நான் என்கிட்ட 2 போன் ஏற்கனவே கொடுத்து இந்த திருப்பி எடுத்துக்கோ, ஒன்னும் பிரச்சனை இல்ல. தேங்க் யூ சோ மச். ഫോണും റേഡിയോ ഒന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? റേഡിയോ റേഡിയോ എന്റെ ഒന്ന് ഇருக்கு. റേഡിയോ இருந்தா അവന്റെ തിരിച്ച് ചെക്ക് ചെയ്യ്. ചെക്ക് ചെയ്യാൻ പറ്റൂല. റേഡിയോ ഫോണെല്ലാം മര്യാദക്ക് കൊടുത്തോട്ടോ. ഇല്ല എല്ലാத்தையும் കൊടുത്തു. അതിലെല്ലാം കിട്ടിയോ? മോനെ കിട്ടി. ഈ ഫോണ് മാറ്റിക്കിച്ച്. പോലീസ് ആർ റോമിംഗ് വിത്ത് കളർ ഡ്രസ്, ദാറ്റ്സ് വൈ ഡീൽ വാസ് ഡിലേ. ഓക്കേ എടാ അവനെ മാറ്റിടാ. ജൂഡേ മണ്ടത്തരം കാണിക്കല്ലേ ജൂഡേ. ജൂഡേ നീ
അവന് കണ്ണയം ചെയ്ത് വെച്ചേ, അവന് കണ്ണയം ചെയ്ത് വെച്ചേ രണ്ടുപേര്. ഫോൺ എടുക്ക് நான் உனக்கு தரேன். பாஸ்வேர்ட் வந்துட்டு அந்த ஹேக் ஏற்கனவே நான் செய்து. ஓகே ஃபோன் പറ. பாஸ்வேர்ட் வந்து 555555. எவ்வளோ ஒரு மண்டன் பாரு. ஈஸி பாஸ்வேர்ட் போட்டு வச்சிருக்கு. ചന്ദ്രബോസ് 48 മിനിറ്റ് മുമ്പ് ലൈവ് ലൊക്കേഷൻ അയച്ചേക്കുന്നു ചന്ദ്രബോസിന്. அதானே இவன்ட்ட 3 ஃபோன் உண்டா இருக்கு, நம்ம கிட்ட 2ன்னு தான் சொல்லியிருக்கான். மனசுலாயே அன்னைக்கு வாங்கும்போது. ഇത് ഒരു ദിവസം മുമ്പ് അലീനയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ചന്ദ്രബോസിന് ലൈവ് ലൊക്കേഷൻ 48 മിനിറ്റ് മുമ്പ്. அன்னைக்கு தான் நான் வந்துட்டு இது இப்ப വെയിറ്റ് അപ്പം ഞാൻ പോട്ടെ. ഓക്കെ. ഹലോ 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 കേൾക്കാമോ? ഹലോ 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 കേൾക്കാമോ? ഞാൻ വെറുതെ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടേ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചന്ദ്രന്. ஓகே ஓகே ஓகே. ஸோ இவன்கிட்ட 3 ஃபோன் இருக்குன்னு தான் நம்மகிட்ட அறியல, இப்ப அறிஞ்சது. இது மட்டும் அல்ல, இவன்கிட்ட எனக்கு வந்துட்டு மிஸ்டர் எக்ஸ் கிட்ட இவனை பிடிச்சு கொடுத்தா, மிஸ்டர் எக்ஸ் கிட்ட இவனை டைரக்ட் ஆயிட்டு பிடிச்சு கொடுக்காம். பட் ஆனா நம்மளோட கேங்கோட கண்ணு இருக்கு, அதனாலதான் பிடிச்சுக்கிட்டு. ഹലോ 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 കേൾക്കുന്നില്ല? ഹലോ ഇതാരടാ? ഹലോ சந்திரன் கிட்ட எവിടെ இருக்கான்னு கேளு. അയ്യോ അത് വീഡിയോ കോൾ ആയിരുന്നു കോച്ച്. അയ്യോ சரி பரவாயில்ல. അവൻ കണ്ടു കാണത്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത്, ഞാൻ കണക്ട് ആവുന്നതിന് മുമ്പ് കട്ട് ചെയ്ത്. അത് കണ്ടു കാണുമോ? കണ്ടു കാണത്തില്ല. നോ കണ്ടു കാണത്തില്ല കോച്ച്, കണ്ടു കാണത്തില്ല. அப்ப சில்லான அப்ப ஒரு ரீஸ் இல்ல, ஒன்னும் பிரச்சனை இல்ல. ഈ പുതു ഫോൺ எல்லா மெசேஜும் கண்டா அவட, அவன் டீல் வாஸ் ரெடி அதெல்லாம் போட்டிருக்குது. ஹலோ ഇത് വീഡിയോ കോൾ. ഹലോ ഹലോ പീറ്ററെ, ഹലോ പീറ്ററെ, ഹലോ 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 പീറ്ററെ കേൾക്കാം? ഹലോ അവൻ പാനിക്കായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കേക്കാവോ പീറ്ററെ കേക്കാവോന്നൊക്കെ. വെയിറ്റ് ചെയ്യ്, വന്നേ. എടാ അവനെ താഴോട്ട് കൊണ്ടുവന്നടാ. എവിടുന്ന് വണ്ടി അവന്റെ കയ്യിൽ ഫോൺ കൊടുത്തായിരുന്നു നിങ്ങൾ? ലൊക്കേഷൻ വെച്ച് നടത്തില്ലേ? ഇല്ല, ചന്ദ്രൻ 48 മിനിറ്റ് മുമ്പ് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടാ. സ്റ്റീവ് അവൻ 3 ഫോൺ இருந்திருக்கு സ്റ്റീവ്.
അപ്പം എന്തായാലും ലൊക്കേഷൻ കൊടുത്തു കാണും. കൊടുത്ത 45 നിമിഷத்துக்கு முன்னாடி கொடுத்தான் ஆல்ரெடி. ഡോർ ഓപ്പൺ ആക്കണ്ട F6 അടിച്ച്. വെയിറ്റ് നമുക്ക് ഇവനെ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലോട്ട് കൊണ്ടുപോവാം. വേറെ എവിടെ ഉണ്ട് ഇവിടെ അല്ലാതെ? നമ്മുടെ പുതിയ മാപ്പിൽ തന്നെ കുറെ ലൊക്കേഷനുകൾ ഉണ്ട് ശരിക്കും പറഞ്ഞാ. அந்த സൈഡ് പോവാതെ ക്രാഷ് ആകും. നേരെ പോയി crash പോവാം. പയ്യെ പോയാൽ സ്പീഡിൽ പോകുന്നുണ്ടോ? ചന്ദ്രൻ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ ഫോണില്. ഈ പുതിയ മാപ്പിൽ തന്നെ കുറെ ലൊക്കേഷനുകൾ ഉണ്ട് ശരിക്കും. ഇവിടെ കപ്പലുണ്ട് പതുക്കെ. இங்க பட்டுன்னு என் மேல கை வச்சிட்டீங்க. காலாங்க இருக்கான்னு தெரியும்ல. എന്താ நீங்க பாட்டுக்கு மட்டையில கட்டைய வச்சு அடிக்கிறீங்க. உங்க ஆள் അവിടെ இருக்குன்னு ഇനി അറിയാം. കട്ട വെച്ച് നിന്റെ മണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ഒരു സംശയവുമില്ല, നിന്നെ തുരത്തി അടിക്കും. നിനക്ക് ഇനി തൊട്ട് നാളെ തൊട്ട് തരാൻ പോണ പശുവിന് കൊടുക്കുന്ന പെല്ലറ്റാണ്. അതും വെള്ളവും തരും. നീ അത് കുടിച്ചാൽ മതി. ഇനി തൊട്ട് വേണമെങ്കിൽ ജീവിക്കണമെങ്കിൽ നീ അത് തിന്നാ മതി. എന്റെ ആളെ അവരൊന്നും ചെയ്യാൻ പോണില്ല. ബാറ്റ്മാൻ நான் അവിടെ ആ സീറ്റുக்கு വരാங்க. நிறைய സംസാരിക്കണം. അണ്ണാ വണ്ടി എടുത്തി അണ്ണാ. വണ്ടിയെ നിർത്ത്. കോച്ച് ചെയ്ത് കയറാം, ഞാൻ എടുക്കാം. പിന്നെ അണ്ടർഗ്രൗണ്ട് സ്ഥലങ്ങളൊക്കെ എവിടേക്കുണ്ട്? ഡോർ ഓപ്പൺ ചെയ്. ഞാൻ കയറി. ഡോർ ഓപ്പൺ പണ്ടാ. പോ വിട്ടോ. ஒரு மிஸ்டர் எக்ஸ் கை ஃபோன் எடுத்தா இப்ப சூப்பர் ஆயிட்டு இருக்கும். ஆனா மிஸ்டர் எக்ஸ் ஃபோன் எடுக்காத இருக்கு. நானும் മെസ്സേജും ചന്ദ്രബോസ് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു കേട്ടാ. ഇത് നോക്കണം. ഇവിടുത്തെ മറ്റേ ഈ ഗ്രാനീസ് ഹൗസ് ഇല്ലേ ബാക്കിലത്തെ, അത് വേണോ അല്ലെങ്കിൽ ഇവിടുത്തെ റൈറ്റ് ബാക്കിൽ മാർക്ക് ചെയ്ത ആ വീഡിയോ വിടറാ. ഞാൻ മാർക്ക് ചെയ്ത് ഇവിടെ എന്തോയിരുന്നു? ഏത് ഗ്രാനീസ് ഹൗസ് അല്ലേ ബാക്കിത്തെ? അത് ബാക്കില് ഇവിടെ മതി. ഇറങ്ങ്. ഇതിന്റെ മേളിലോട്ട് പോകാൻ പറ്റുവാണ? എടാ നിന്നെ ഞാൻ ഇപ്പൊ ഫോൺ വിളിച്ചു. എടാ എല്ലാരും കണ്ണെടുത്തടാ. ചന്ദ്രന്റെ കോള് ഞാനിപ്പോ സ്പീക്കറിലിടും. സ്പീക്കറിൽ വേറെ ആരും സംസാരിക്കരുത് കേട്ടാ. ചന്ദ്രന്റെ ഫോൺ ഞാനിപ്പോ സ്പീക്കറിലിടും. നീ അവനോട് ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്നോ ഞങ്ങൾ നിന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നോ ഞങ്ങളാണ് കോൾ എടുപ്പിക്കുന്നതെന്നോ എല്ലാം പറഞ്ഞ സ്പോട്ടിൽ നിന്നെ ഞാൻ കൊന്നുകളയും. പിന്നെ നീ ആയിട്ടൊരു ഡീലില്ല. ഞങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി ആരൊക്കെയാണ് അത് കളിക്കണേന്ന്. സോ അതുകൊണ്ട് നേരെ അവരോട് പോയി സംസാരിക്കുള്ളൂ. നിന്നെ കൊന്നു കുഴിച്ചു മൂടും. ഞാനിപ്പോ ചന്ദ്രനെ വിളിച്ചു തരും. നീ ചന്ദ്രനോട് സംസാരിക്കണം. ഓക്കെ? അപ്പൊ അതനുസരിച്ച് വേണം സംസാരിക്കാൻ. നീ ചത്താലും ഈ ചന്ദ്രനൊക്കെ ഇത് തന്നെ ചെയ്യും, മനസ്സിലായ? ഞാനിപ്പോൾ ഇതിനകത്ത് നിന്റെ ഫോണിൽ നിന്ന് ഹെൽപ്പ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് പോലും തിരിഞ്ഞു പോലും നോക്കിയില്ല. പീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് പോലും തിരിഞ്ഞു പോലും നോക്കിയില്ല. വിളിച്ചത് പോലും ഇല്ല. പകരം ഗൺസ് റെഡി എന്ന് പറഞ്ഞ് അയച്ചപ്പോഴാണ് അവൻ വിളിച്ചത്. അവനും ഗണ്ണ് മതി, നിന്നെ വേണ്ട, മനസ്സിലായ? ചന്ദ്രൻ സ്വന്തം കാര്യം സിന്താവ, അത്രേ ഉള്ളൂ അവർക്കൊക്കെ. നീ ചത്താലും അവനൊരു പുല്ലും ഇല്ല. നിന്നെ പോലെ 100 പീറ്ററുകളുണ്ട് ഈ സിറ്റിയിൽ, മനസ്സിലായ? പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ വേണ്ടിയിട്ട് 100 പീറ്റർമാർ വരും. നീ ചത്താ നിനക്ക് പോയി. അതിലൊരാൾ മാത്രം നീ. ഇനിയും വേറെ വേറെ പീറ്ററുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. നിനക്ക് വേണ്ടി നീ മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്റെ വായിന്ന് ഒരു സസ്പീഷ്യസ് ആയിട്ട് ഒരെണ്ണം വീണാ നിന്റെ തലയിൽ ഉണ്ട കയറുവേ. இந்த மாதிரி எல்லாரும் ஒரே இடத்துல வந்து நின்று கன் நோக்குனா எனக்கு அப்படிதான் தோணுது. எனக்கு லைட்டா இது இருக்குல்ல, ஏதாவது ஒருத்தர்னாச்சும் கன் பாயிண்ட் பண்ண. எல்லாம் நீங்க தான் അങ്ങനെ നിന്റെ സൗകര്യത്തിന് എല്ലാം അങ്ങ് ചെയ്താൽ എങ്ങനെയാ? ഞാൻ വിളിച്ചു തരാം, സംസാരിച്ചോ. ഹലോ സ്റ്റീവേ, എടാ ഞാൻ പറഞ്ഞല്ലടാ മിണ്ടല്ലേ സ്റ്റീവേ. മണ്ടത്തരം കാണിക്കാതെടാ വീണ്ടും.
അണ്ണാ കണ്ടില്ല അണ്ണ വിളിച്ചത് ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞോണ്ടിരിക്കുവല്ലോടാ ഇവിടെ നിന്ന്. കേട്ടില്ല. അറിയാത്തില്ല സംസാരിച്ചു സ്റ്റീവാ സംസാരിച്ചു. നീ അവനോട് കോൾ എടുത്തിട്ട് ചോദിക്കണം ഏത് സ്റ്റീവെന്നും അല്ല ഞാൻ. அதுல ஒரு நிமிஷம் இருங்க. அவன்கிட்ட என்ன பேசணும்னு சொல்லுங்க. நீங்க பாட்டு கால் செய்ய சொன்னா என்ன സംസാരിക്കണം? നീ നോർമലി സംസാരിച്ചാ മതി. നീ നോർമലി നിങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. அவங்க எல்லாரும் என்ன விட்டுட்டு போயிட்டாங்கன்னு சொல்லு ஃபர்ஸ்ட். ஓகே. அவங்க எல்லாரும் என்ன விட்டுட்டு போயிட்டாங்க. എന്ത് പറഞ്ഞ മനസ്സിലാ? ഹലോ സ്റ്റീവ്. ഹലോ സ്റ്റീവ്. யாரு സ്റ്റീവ്? സ്റ്റീവില இல்லடா, நான் தான் അല്ലടാ பேசுறேன். എന്റെ നമ്പർ എന്റെ നമ്പറില്ല. എനിക്കപ്പോ അവന്റെ സൗണ്ട് കേട്ടപോലെ തോന്നി എനിക്ക്. ഓ അത് ഏതോ പ്രശ്നം പോലെ ഫോണില്. നീ എവിടാ നിനക്ക് എന്ത് പറ്റി? அதே ஸ்தலத்துல தான் இருக்கேன். இவங்கெல்லாம் கிளம்பிட்டாங்க இந்த இடத்த விட்டு. நீ வரியா? നീ ലൊക്കേഷൻ ലൊക്കേഷൻ എന്താ? ஓகே நான் இதை Okay. விட்டு அனுப்பிச்சிடுறேன். ആ വേറൊന്നും ചോദിച്ചിട്ടില്ലല്ലോ കോച്ചാൻ. ഈ ലൊക്കേഷന്റെ കാര്യം പറയണ്ടായിരുന്നത് എന്തിനാ? അവിടുന്ന് പോയെന്ന് പറയണത് എന്തിനാ? ഇവനെ ലാസ്റ്റ് ഏത് ലൊക്കേഷനിലാ കണ്ടത്? മലൈക്കടിയില அந்த கோகா கேப் ഗോയ്ക്കകത്ത് இவன் இப்ப நான் சொன்னல மிஸ் அவன் பேர் என்ன ஒசாமா கூட சம்சாரிச்சும் போது ചന്ദ്രൻ ഓൾറെഡി ഉള്ള പോയിട്ട് എല്ലാവർക്കും സംസാരിച്ചു. അല്ല കോച്ച്, ഈ മിസ്റ്റർ എക്സിനോട് സംസാരിക്കാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. அப்ப ஆனா நம்மளோட கேங்கோட இது போயிடுமே, அது ஆஃப் லைக் யூ நோ. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടണം. இது ஒண்ணு. முச்சிரியும் வந்துட்டு കുറച്ച് നാൾ മുൻപ് എൻകിட்ட வந்து എന്നോട് ഈ ഏജെ കൊണ്ടുപോയാൻ എവിടെയാണെന്നോ ലൊക്കേഷനോ എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല, അത് അവരെ വിളിച്ച് ചോദിക്കണോ? നമ്മള് റായപുരം വീട്ടിൽ തിരിച്ചു തരാം, ഏജനെ വേണം എന്ന് ഇത് പറഞ്ഞ ലൊക്കേഷൻ തരുമായിരിക്കും. எனக்கு இன்னொன்னு கூட இருந்துச்சுடா. ஒசாமாக்கு 2 தம்பி உண்டு. 2 தம்பியும் கடத்திட்டு ஒசாமாவை பிளாக்மெயில் செய்து சந்தன் கிட்ட டீல் பண்ணிருக்கானா இல்லையான்னு ஈஸியாயிட்டு சம்சாரிக்கலாம். நான் ஒசாமாவோட வீட்டுக்கு போயிட்டு ஒரு 3 போட்டோ எடுத்துட்டு வந்து 3 போட்டோல அமாருல ஒன்னு பன்னி, இன்னொருத்த அவன் பேரு സൈന ഇല്ല, സൈന അല്ല, ബണ്ണി. ബണ്ണി മിസ്റ്റർ എക്സിലുള്ള ആളാ, അതായിരിക്കൂല. ചാറ്റില് കുറെ അച്ചിപ്പട്ടികളുണ്ട്. ആളല്ല, അവന്റെ ബ്രദർ. നമ്മ പോണോല്ല, അവിടെ കണ്ടല്ല ആ ഫോട്ടോ എല്ലാം അവിടെ ഉണ്ട്. ചന്ദ്രൻ കയ്യിലെടുത്തല്ലോ. അതാണ് ഇപ്പൊ അവൻ ബ്രദേഴ്സ് എടുത്താ ഒസാമക്ക് പേടിയുണ്ടല്ലേ. അവർക്ക് തോന്നാലോ നമ്മൾ അവരെടുക്കാൻ വരുമെന്ന്. അപ്പൊ അവര് ഫുള്ളി സെക്യൂർഡ് ആയിട്ട് നിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. டேய் நம்ம டிவி ஏடா, யார் எடுத்தா என்னடா நம்மளுக்கு? അമ്മാരെ നമ്മ അടിച്ചു കൊടുക്കാം. അതല്ല കോച്ച്, അവന്മാരിപ്പോ ഹൈഡ് ചെയ്യും, മനസ്സിലായാ? ഒളിഞ്ഞിരിക്കും. അവന്മാർക്ക് தெரியுമല്ലോ നമ്മൾ വരുമെന്ന്. വീട് தெரியும்ல, എല്ലാരെയും തൂக்கலாம் அவங்க വീട്ടിൽ നിന്ന്. വീട്ടിൽ പോയി തൂക്കാനാണോ പറഞ്ഞേ? ഫൈറ്റ് എന്തായാലും ഉണ്ടാവും. അവന്മാർ കണ്ടീലോസാ. ഇത് ലീഡർ சொன்னா, ഐ മീൻ വാസു சொன்னா ഓക്കേ സെറ്റ്. ഇല്ല കോച്ച്, നമുക്ക് നേരെ പോയിട്ടൊരു ഫൈറ്റ് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഏജ് ജീവനോടെ വേണം. ലൈവ് ലൊക്കേഷൻ കുണ്ണെല്ലാം ഓഫ് ആകും. കാണുന്നില്ല, എക്സ്പയർഡ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇത് എന്തൊരു കഷ്ടമാണ്. ഇത് എന്തിന് ഇത് കണ്ട ഇതിനകത്ത് ലൊക്കേഷൻ ഷെയറിംഗ് എൻഡഡ്. സത്യം വരാൻ വേണ്ടി തൂക്കാന്ന് ഏജോടെ ഇപ്പൊ കൊണ്ടില്ല കോച്ച്. അവിടെ ചാറ്റിലെ കുണ്ണാള് വന്നിരിക്കുന്നു മൂഞ്ചാനക്കൊണ്ട്. എനിക്ക് തോന്നുന്നത് ഏജിനെ നോക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ കാണാൻ ചാൻസ് ഉണ്ട്. എവിടെ? അവിടെ. കോച്ച് ഇവനെ തൽക്കാലം ആ സെല്ലിനകത്ത് തന്നെ ഇട്ടേരെ. മിസ്റ്റർ എക്സിന്റെ ആള് വരാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ஓகே, நம்ம அப்ப செல்லெல்லாம் இட்டுட்டு போவோம். தங்கம் வாடா, உனக்கு இன்னும் உன்னோட எலி எல்லாமே உன்னதான் தேடிக்கிட்டு இருக்கு போல. எலி, எறும்பு ഒന്നും വേണ്ടിയിട്ടല്ലേ?
നിങ്ങളെ വണ്ടിയിൽ വിട്ടോ, ഞാൻ 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 വിടുക. ഈ വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്തടാ ആരല്ലോ, ഈ വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്തടാ. എന്റെ ഉണ്ട് കീ എന്റെ ഉണ്ട് സീല എന്നാ മറ്റേ വണ്ടി പോയി കേറടാ, ആ വണ്ടിക്കകത്ത് പോകടാ. ഞാൻ അങ്ങോട്ടില്ല, അവനെ കൊണ്ട് അവനെ താക്കിയാ മതി. കോച്ച് മിക്സർ എക്സിൽ നാളെ വരാതെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല കോച്ച്. നമുക്ക് മിസ്റ്റർ എക്സിന് ആരെങ്കിലും ഒരാളെ കിട്ടണം, അല്ലാതെ ഇതാക്കാൻ പറ്റത്തില്ല. ஒரு நிமிஷம், நான் அவட வேணும், நான் அவட போனாதான் லைக் அன்லாக் பண்ண முடியும். என்கிட்ட தான் கீ உண்டு. ஏய் மிஸ்டர் எக்ஸ் ஆளு எனக்கு 9 o'clock வரேன்னு சொன்னான்டா. வந்து തൽക്കാലം അവനെ സെല്ലിലിട്ടേരെ. എവിടെ നിങ്ങളെവിടെ? ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, നീ കോച്ചിനെ ഒന്ന് കൊണ്ടുപോകോ? കോച്ചിനെ കൊണ്ടുപോകണോ? ആ കോച്ചിന് മാത്രമേ ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജിയിലുണ്ട്. പഴയ യൂട്യൂബ്സ് ഉണ്ട്. പെട്രോൾ ഓടിക്കുക പമ്പില്ലാണ് അവിടുത്തെ യൂട്യൂബ്സ്. மைக் லீக் எல்லாருக்கும் கேக்குது. തൽക്കാലം അവന്മാരെ അടച്ചിട്ടേരെ, ബാക്കി നമുക്ക് നാളെ നോക്കാം. നീ കൺഫോണിലിട്ട് ഓവർ സംസാരം വേണ്ട. ബാക്കി ഞാൻ സമ്മാനത്തോടെ ചെയ്തോളാം. നീയൊക്കെ മറ്റേ വല്ല പിസിയും പറയും മേടിച്ചിട്ട് എനിക്ക് നീയൊക്കെ പറയണ പോലെ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇല്ലില്ല വേണ്ട. എടാ സ്റ്റീവേ, എടാ ഞാനൊന്ന് പറയുന്നൊന്ന് മനസ്സിലാക്കടാ. എടാ ഒന്നും ചെയ്യല്ലേടാ പ്ലീസ്. എടാ ഞാൻ ഒന്ന് പറയണ മനസ്സിലാക്കണം. നമുക്ക് മിസ്റ്റർ എക്സിന്ന് ഒരാൾ വേണോടാ. നമ്മുടെ കയ്യിൽ ഒരാളില്ലേ, അവരൊന്നും ചെയ്യാൻ പോണില്ല. നമുക്കിത് ട്രേഡ് ചെയ്യാം, ചില്ല. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇത് തീർക്കാൻ പറ്റൂല. ഡോറ് ഫിക്സ് ചെയ്ത് ലീഗ വന്ന് കേറ്. ഹലോ ഹലോ അണ്ണാ അണ്ണ അണ്ണ
ഹലോ അണ്ണ അവിടെ പോയതാ? ചോരല്ലുണ്ടല്ലോ കയ്യില് ലെഫ്റ്റ് ഹാൻഡ്. എന്ത് വണ്ടി തട്ടിയതാ, കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റൽ പോയിനാ? ഹോസ്പിറ്റൽ പോയിനാ? അണ്ണാ കേറി ഹോസ്പിറ്റലിൽ പോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അണ്ണൻ എത്ര ഇതുണ്ട്? അന്നോട് പോയിട്ടോ ഹോസ്പിറ്റലിൽ ബ്ലീഡിംഗ് ഉണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കണ്ട കേട്ടാ. അല്ല അണ്ണാ, ഇത് വലിയ ബ്ലീഡിംഗ് ഉണ്ട് അണ്ണാ. ചന്ദ്രൻ പോട്ടെ. എന്നെ പോലെ ഹലോ 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 ആ ബ്രോ, നമ്മളെ GH-ന്റെ റിവീലും ഗ്യാങ് വണ്ടി നാളെയാണ് 11 ഓ ഞങ്ങളെത്താൻ ബ്രോ, ഞങ്ങളെത്താം. ഈശോയുടെ പേരെന്താ? എന്താടാ കേട്ടില്ല. സിറ്റുവേഷൻ ആണോ? സിറ്റുവേഷനാ? ഇല്ല, ആണ് ചെറിയൊരു ഓക്കെ ബ്രോ, ഓക്കെ നാളെയാണ് 11. ഇല്ല, എനിക്ക് പോകാൻ സമയടാ, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ ഇതാക്കിയോ. ഞാൻ അണ്ടി ഫാക്ടറിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ. നീ എന്താ അങ്ങോട്ട് വരാഞ്ഞ്? അണ്ണാ അത് അണ്ടി ഫാക്ടറി എവിടെ കേറല്ലോ, പുതിയ ഫാക്ടറി. നമ്മൾ അന്ന് ഇനാഗുറേഷൻ പോയതല്ലടാ നമ്മളെല്ലാരും. ഞാൻ ഇല്ലായിരുന്നു അന്ന്. നീ ഇല്ലായിരുന്നു? ഇല്ലായിരുന്നു. ഇവനൊക്കെ അറിയാലോ, SRK ഒക്കെ അറിയാലോ. SRK ഇപ്പഴാണ് ഇപ്പൊ വന്നത്ര. നിനക്ക് അറിഞ്ഞൂടെ? മുച്ചിരിക്ക് അറിഞ്ഞൂടായിരുന്നോ? ഞങ്ങൾക്കും അറിയില്ല. ഞാൻ ഇപ്പൊ വന്നത്ര. എത്ര അപ്പല്ലേ? എത്ര പിന്നെ വെറുതെ ആണോ പിന്നെ എല്ലാരും കളഞ്ഞിട്ട് പോയപ്പോണ്ടാവണം. എന്റെ സ്വഭാവം കാരണമാണ്. പാവം വൈഫ് വരെ ഇത്രയും കഷ്ടപ്പെടുമ്പോ ഉണ്ടാണ്ട് പോന്നേ.